ഇൻറ്റേർണൽ ട്രേഡ് എന്നുള്ള 10ാമത്തെ ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ചില്ലറ കച്ചവടക്കാർ പലതരത്തിൽ നമ്മൾ കാണാറുണ്ട്. അതിൽ പെട്ടതാണ് ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ്. അതായത് ഒരു ഫിക്സഡ് പ്ലേസ് ഇല്ലാത്ത, അങ്ങനെ ചുറ്റിത്തിരിഞ്ഞു വണ്ടിയിലും അങ്ങനെ കച്ചവടം ചെയ്യുന്നതാണ് ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫിക്സഡ് ഷോപ്പ് ട്രേഡേഴ്സ്. സാധാരണ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക പ്ലേസിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഷോപ്പാണ് ഫിക്സഡ് ഷോപ്പ് ട്രേഡേഴ്സ്. ഇറ്റിനറൻ്റ് ട്രേഡേഴ്സിൽ 4 തരത്തിലുള്ള ട്രേഡേഴ്സ് ഉണ്ട്. ഹോക്കേഴ്സ് ആൻഡ് പെഡലേഴ്സ്, ചീപ്പ് ജാക്സ്, മാർക്കറ്റ് ട്രേഡേഴ്സ്, സ്ട്രീറ്റ് ട്രേഡേഴ്സ്. ഇത് ആരൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫിക്സഡ് ഷോപ്പ് ട്രേഡേഴ്സിലാണ് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സും ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സും. സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിലാണ് ജനറൽ സ്റ്റോറുകൾ, സിംഗിൾ ലൈൻ സ്റ്റോർ, സ്പെഷ്യാലിറ്റി ഷോപ്സ്, സ്ട്രീറ്റ് ഷോപ്സ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്പ്, സെക്കൻഡ് ഷോപ്സ്. ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിലാണ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾ, മൾട്ടിപ്പിൾ ഷോപ്പ്, മെയിൽ ഓർഡർ ബിസിനസ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്, സൂപ്പർ ബസാർ, ഫ്രാഞ്ചൈസുകൾ. ഇതാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ റീറ്റെയിലേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ട് 2 പറഞ്ഞു. ഒന്ന് ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ്. ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഷോപ്പൊന്നും ഇല്ലാത്ത ആളുകൾ, പ്രത്യേക ഒരു പ്ലേസിൽ അവർക്കൊരു ഷോപ്പ് ഇതൊന്നും ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്ന ആളുകളാണ് ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ്, ചുറ്റിത്തിരിഞ്ഞടക്കുന്ന ട്രേഡേഴ്സ്. ദീസ് ട്രേഡേഴ്സ് ആർ റീറ്റെയിലേഴ്സ് വിതൗട്ട് ഷോപ്സ്. ഷോപ്പുകളൊന്നും ഇല്ലാത്ത റീറ്റെയിലേഴ്സാണ് ഈ ട്രേഡേഴ്സ്. ദേ ഡു നോട്ട് ഹാവ് ഫിക്സ്ഡ് ഷോപ്പില്ല. ദേ ഡീൽ ഇൻ ലോ പ്രൈസ്ഡ് കമ്മോഡിറ്റീസ് ആൻഡ് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. അവർ കുറഞ്ഞ വിലക്കുള്ള സാധനങ്ങളായിരിക്കും ഡീൽ ചെയ്യുന്നത്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അവരുടെ പ്രത്യേകതയാണ് സിമ്പിളാണ്, ഈസി ഫോർമേഷൻ, രൂപീകരിക്കാൻ എളുപ്പമാണ്, കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളൂ, ബിസിനസ്സുമായിട്ട് പേഴ്സണൽ ടച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ഇറ്റിനറൻ്റ് ട്രേഡേഴ്സിൽ ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഹോക്കേഴ്സ് ആൻഡ് പെഡലേഴ്സ്. ഫസ്റ്റ് വൺ, ഹോക്കേഴ്സ് ആൻഡ് പെഡലേഴ്സ് എന്ന് പറയുന്നത് റീറ്റെയിലേഴ്സിൻ്റെ ഒരു ഓൾഡസ്റ്റ് ഫോമാണ്. പെറ്റി ട്രേഡേഴ്സാണ്. ഹൂ ക്യാരി പ്രോഡക്ട്സ് ഓൺ ബൈസൈക്കിൾ, ഓൺ ഹാൻഡ് കാർട്ട്, എ സൈക്കിൾ റിക്ഷ ഓർ ഓൺ ദെയർ ഹെഡ്സ്. ഹോക്കേഴ്സ് ആൻഡ് പെഡലേഴ്സ് സാധാരണയായിട്ട് ഒന്നുകിൽ ബൈസൈക്കിൾമേൽ, അല്ലെങ്കിൽ വണ്ടികളിൽ, അതുപോലെ തന്നെ റിക്ഷകളിൽ, സൈക്കിൾ റിക്ഷകളിൽ, അല്ലെങ്കിൽ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുക. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഹോക്കേഴ്സ് ആൻഡ് പെഡലേഴ്സ് എന്ന് പറയാം. അതിനകത്ത് ഹോക്കേഴ്സ് എന്ന് പറയുമ്പോൾ ക്യാരി ഗുഡ്സ് ഓൺ വെഹിക്കിൾസ്, സാധനങ്ങൾ വണ്ടിയിൽ, വെഹിക്കിൾസിൽ, വാഹനങ്ങളിൽ കൊണ്ട് നടക്കുന്നവരെയാണ് ഹോക്കേഴ്സ് എന്ന് പറയുക. പെഡലേഴ്സ് പറഞ്ഞാൽ ഓൺ ദെയർ ബാഗ്സ് ഓർ ഹെഡ്സ് മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു പ്ലേസ് ടു സെൽ ദെയർ മാർക്കറ്റൈസ് പ്രോഡക്ട്സ് ഓർ പ്രോഡക്ട്സ് അതർ ഡോർ സ്റ്റെപ്സ് ടു ദി കൺസ്യൂമേഴ്സ്. പെഡലേഴ്സ് പറഞ്ഞാൽ തലയിൽ വെച്ചുകൊണ്ട് നടക്കുക, അങ്ങനെ ആളുകളെയാണ് പെഡലേഴ്സ് എന്ന് പറയാം. ഇതാണ് ഹോക്കേഴ്സ് ആൻഡ് പെഡലേഴ്സ്. ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കച്ചവടക്കാരൊക്കെയാണ്. ഫസ്റ്റ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളതാണ് ഹോക്കേഴ്സ്, മറ്റേ സെക്കൻഡ് വൺ ആണ് പെഡലേഴ്സ്. ഓക്കെ, സെക്കൻഡ് വൺ മാർക്കറ്റ് ട്രേഡേഴ്സ്. മാർക്കറ്റ് ദേ ആർ സ്മോൾ റീറ്റെയിലേഴ്സ് ഹു ഓപ്പൺ ദെയർ ഷോപ്സ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസ് ഓൺ ഫിക്സഡ് ഡേറ്റ്. അത് നമ്മൾ ചന്ത എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അങ്ങനെയാണ് മാർക്കറ്റ് ട്രേഡേഴ്സ് ചന്തയിൽ കച്ചവടം ചെയ്യുന്നത്. അതായത് ഓരോരോ ഫിക്സഡ് ഡേറ്റും, അതായത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയും സ്ഥിരമായിട്ടൊരു എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം അവരെന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് കച്ചവടം ചെയ്യും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, ഈ റീറ്റെയിലേഴ്സ് ഒരു മാർക്കറ്റിൽ നിന്ന് മറ്റൊരു മാർക്കറ്റിലേക്ക് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരെയാണ് എന്താ പറയുക, മാർക്കറ്റ് ട്രേഡേഴ്സ്. അങ്ങനെ സാധാരണയായിട്ട് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സുകൾ, ടോയ്സുകൾ, ക്രോക്കറി സാധനങ്ങളൊക്കെയാണ് ഇവർ സെയിൽ ചെയ്യുക. മറ്റേതാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ്, തെരുവോര കച്ചവടക്കാർ. സ്ട്രീറ്റ് ട്രേഡേഴ്സ് പറഞ്ഞാൽ സ്മോൾ റീറ്റെയിലേഴ്സാണ് ഹു ആർ കോമൺലി ഫൗണ്ട് അറ്റ് പ്ലേസ് വെർ ഹ്യൂജ് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഗാദേഴ്സ്. അതായത് കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാവുക. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷന്, പാർക്കുകൾ, ഇവിടെയൊക്കെയാണ് ഇവർ സാധനങ്ങൾ വിൽക്കുന്നത്. കാണുന്നതാണ് നമ്മളൊക്കെ ബുക്ക്, പെന്ന്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സുകൾ, മാഗസിൻസുകൾ, ഇതൊക്കെയാണ് സാധാരണയായിട്ട് വിൽക്കുന്നത്. മറ്റൊരു ടീമാണ് ചീപ്പ് ജാക്സ്. ചീപ്പ് ജാക്സ് എന്ന് പറഞ്ഞാൽ
ഇവർ താൽക്കാലികമായിട്ട് വല്ല റെൻറ്റഡ് ഷോപ്പുകൾ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസസിലൊക്കെ കാണാറുണ്ട്. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് പ്ലേസസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാം ഓരോ ഷെഡുകളൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ സാധാരണയായിട്ട് ചീപ്പ് ജാക്സ് എന്ന് പറയും. അവർ അതായിരിക്കും. അപ്പോൾ അതിനകത്ത് ഹോക്കേഴ്സ്, പെഡ്ലേഴ്സ്, മാർക്കറ്റ് ട്രേഡേഴ്സ് തുടങ്ങിയിട്ടുള്ള ആൾ ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസുകൾ, സ്വീറ്റ്സുകൾ, ടോയ്സുകൾ ഇതൊക്കെ അവർ വിൽക്കാം. അവർ ഫെസ്റ്റിവൽസിന് എക്സിബിഷൻ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതാണ് ചീപ്പ് ജാക്സ്. അപ്പോൾ ഇറ്ററനറി ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഹോക്കേഴ്സ് ആൻഡ് ബഡ്ലേഴ്സ്, മാർക്കറ്റ് ട്രേഡേഴ്സ്, സ്ട്രീറ്റ് ട്രേഡേഴ്സ്, ചീപ്പ് ജാക്സ്. ഇതിനകത്താണ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്, സ്ഥിരമായിട്ട് ഷോപ്പുള്ള റീറ്റെയിലേഴ്സ്. ഫിക്സഡ് ഷോപ്പ് നമ്മൾ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന കടകളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫിക്സഡ് പ്ലേസ് ഉണ്ടായിരിക്കും, പെർമനൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടു സെൽ ദെയർ മർക്കൻഡൈസ്. അവർ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ ഡീൽ ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നില്ല, ഡു നോട്ട് മൂവ് ഫ്രം വൺ പ്ലേസ് ടു സെൽ ദെയർ മർക്കൻഡൈസ്. അവർ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് ഫിക്സഡ് ഷോപ്പ് ഉണ്ടായിരിക്കും. ഇനി ഇറ്റർണൽ ട്രേഡേഴ്സും ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും തമ്മിലുള്ള വ്യത്യാസം. ഇറ്റർണൽ ട്രേഡേഴ്സിന് ഫിക്സഡ് പ്ലേസ് ഇല്ല, ഇവർക്ക് ഫിക്സഡ് പ്ലേസ് ഉണ്ടാവും. ഇറ്റർണൽ ട്രേഡേഴ്സ് ആണെങ്കിൽ സ്മോൾ സ്കെയിൽ സാധനങ്ങളാണ് അവർ ഡീൽ ചെയ്യുന്നതെങ്കിൽ, ഫിക്സഡ് ഷോപ്പിലാണെങ്കിൽ സ്മോൾ സ്കെയിലാകാം, ലാർജ് സ്കെയിലാകാം. ഇവർ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. ഫിക്സഡ് ഷോപ്പാണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല തുടങ്ങിയിട്ടുള്ള ഡിഫറൻസുകൾ. ഇനി ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് തമ്മിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സ്മോൾ സ്കെയിൽ എന്നും ലാർജ് സ്കെയിൽ എന്നും. സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ കുറഞ്ഞ രീതിയിൽ ഉള്ള ബിസിനസ് നടത്തുന്ന ഷോപ്പുകളെയാണ് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന് പറയാം. എന്നാൽ ഫിക്സഡ് ഷോപ്പിൽ തന്നെ വൻകിട കമ്പനികൾ, നമ്മൾ സൂപ്പർ മാർക്കറ്റുകൾ, അതുപോലെ തന്നെ മാളുകൾ പോലെയുള്ള വലിയ വലിയ ഇതൊക്കെ കാണാറുണ്ട്. അതൊക്കെ ലാർജ് സ്കെയിലാണ് ഉൾപ്പെടുക. അപ്പോൾ സ്മോൾ സ്കെയിൽ വരുന്നതാണ് ഒന്ന് ജനറൽ സ്റ്റോർ. സാധാരണ നമ്മൾ കാണുന്ന പലചരക്ക് കടകളൊക്കെയാണ് ഈ ജനറൽ സ്റ്റോറിൽ വരിക. ജനറൽ സ്റ്റോഴ്സ് ആർ മോസ്റ്റ് കോമൺലി ഫൗണ്ട് ഇൻ ലോക്കൽ മാർക്കറ്റ് ആൻഡ് ദേ ജനറലി ഡീൽ എ ലാർജ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് റിക്വയർഡ് ടു മീറ്റ് ദ ഡേ ടു ഡേ നീഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ലോക്കൽ മാർക്കറ്റിലുള്ള പ്ലേസ്. കൂടുതൽ കൺസ്യൂമേഴ്സും ഇതായിരിക്കും. എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള ഒരുവിധം പ്രോഡക്ട്സുകളൊക്കെ ഒറ്റ ഷോപ്പിൽ തന്നെ ലഭ്യമാകുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഷോപ്പിങ്ങിന് ടൈമൊക്കെ നമുക്ക് സേവ് ചെയ്യാനും എഫേർട്ട് സേവ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ സിംഗിൾ ലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു പ്രോഡക്റ്റ് മാത്രം, ഒരേപോലെയുള്ള പ്രൊഡക്റ്റുകൾ മാത്രം എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വെക്കുക. മെഡിക്കൽ സ്റ്റോറുകൾ, അവിടെ മരുന്നുകൾ മാത്രമാണ് ഉണ്ടാക്കുക. അതേപോലെ ക്ലോത്ത് സ്റ്റോർ, ബുക്ക് ഷോപ്പുകൾ, ജ്വല്ലറി ഷോപ്പ്, ടെക്സ്റ്റൈൽസുകളൊക്കെ നമുക്കിതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. അവിടെ എന്തേ ഉണ്ടാവുള്ളൂ, അവിടെ അത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ കിഡ്സിൻ്റെ ഒരു ഷോപ്പാണെങ്കിൽ കിഡ്സിൻ്റെ ഐറ്റംസുകൾ മാത്രം, ലേഡീസിൻ്റെതാണെങ്കിൽ അത് മാത്രം. അതാണ് സിംഗിൾ ലൈൻ സ്റ്റോർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി മറ്റേതാണ് സ്പെഷ്യാലിറ്റി ഷോപ്സ്. സ്പെഷ്യാലിറ്റി ഷോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അർബൻ ഏരിയാസിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. അവരെന്തായിരിക്കും, ഷോപ്പ് സ്പെഷ്യലൈസ് ഇൻ എ സിംഗിൾ പ്രോഡക്റ്റ് ഓഫ് എ സെർട്ടൈൻ ലൈൻ. അതിൽ സിംഗിൾ പ്രോഡക്റ്റുകൾ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുക. അപ്പോൾ അതിൽ മെൻസ് വിയർ ആണെങ്കിൽ അത് മാത്രം. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് സിംഗിൾ ലൈൻ സ്റ്റോർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും, ഒരു പ്രത്യേക ഇപ്പോൾ ചിൽഡ്രൻസ് ബുക്ക് ഡീൽ ചെയ്യുക, അപ്പോൾ അതിന് കിഡ്സ് വെയർ, മെൻസ് വെയർ, കോളേജ് ബുക്സുകൾ, ഇങ്ങനെയുള്ള എന്താണ് ഇത് മാത്രം ഡീൽ ചെയ്യുന്നതാണ് സ്പെഷ്യാലിറ്റി ഷോപ്സ്. നെക്സ്റ്റ് സ്ട്രീറ്റ് ഷോപ്സ്, തെരുവോര കച്ചവടങ്ങളൊക്കെ. ദീസ് സ്മോൾ റീറ്റെയിലേഴ്സ് ആർ കോമൺലി ഫൗണ്ട് അറ്റ് സ്ട്രീറ്റ് ക്രോസിംഗ് ഓർ അതർ പ്ലേസസ് വെർ ഫ്ലോ ഓഫ് ട്രാഫിക് ഈസ് ഹെവി. ട്രാഫിക് ഹെവി ആയിട്ടുള്ള ഏരിയകളിൽ സ്ട്രീറ്റിൽ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്. വുഡൻ ഷോപ്പുകൾ, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോംസുകൾ, സ്റ്റാൻഡുകളിലൊക്കെ കുറഞ്ഞ പ്രൈസിന് കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ ലഭ്യമാകുന്നത്. അവർ സാധാരണയായിട്ട് വിൽക്കുന്നത്
മാഗസിൻസ്, പെന്ന്, ബ്രെഡ്, ടോയ്സ് തുടങ്ങിയ സാധനങ്ങളായിരിക്കും അവർ വിൽക്കുന്നത്. സ്ട്രീറ്റ് ഷോപ്പ്, തെരുവോര കച്ചവടക്കാർ തന്നെ നമുക്ക് ഫിക്സ്ഡ് പ്ലേസൊക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് ഗുഡ്സ് ഷോപ്പ്. ഇവിടെ നമ്മൾ സെക്കൻഡ് ഗുഡ്സുകൾ, അതായത് ഒരു സമയം ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്നതാണ് സെക്കൻഡ് ഗുഡ്സ് ഷോപ്പ്. അത് ഏതൊക്കെയാണ്? ബുക്സ്, ഫർണിച്ചർ, ക്ലോത്തുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കുറഞ്ഞ പ്രൈസിനായിരിക്കും കിട്ടുക. ഇനി അടുത്താണ് സെക്കൻഡ് ഷോപ്പുകൾ. സെക്കൻഡ് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത്, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് വല്ല ഡിഫക്റ്റുകളും വല്ല കേടുപാടുകളുണ്ടെങ്കിൽ അതൊക്കെ വിൽക്കുന്ന പ്ലേസിലാണ് സെക്കൻഡ് ഷോപ്പ് എന്ന് പറയാം. സച്ച് ഗുഡ്സ് കനോട്ട് സോൾഡ് അലോങ് ദി ഗുഡ്സ് അക്കോർഡിംഗ് ടു ദി റിക്വയർഡ് സ്പെസിഫിക്കേഷൻസും. അത് അവർക്ക് അങ്ങനെ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റാത്തതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിനെ എന്ത് പറയുന്നത്? സെക്കൻഡ് ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറഞ്ഞ പ്രൈസിന് എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. അതിനെയാണ് സെക്കൻഡ് ഷോപ്പ് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് ഫിക്സഡ് ഷോപ്പിൻ്റെ കാര്യത്തിൽ. സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിൽ പെടുന്നതാണ് ജനറൽ സ്റ്റോറുകൾ, സിംഗിൾ ലൈൻ സ്റ്റോഴ്സ്, സ്പെഷ്യാലിറ്റി ഷോപ്സ്, സ്ട്രീറ്റ് ഷോപ്സ്, സെക്കൻഡ് ഗുഡ്സ് ഷോപ്പ് ആൻഡ് സെക്കൻഡ് ഷോപ്സ്. ഓക്കെ.